ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ മെസ്സേജസ് എടുക്കുക, അത് അല്ലാണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ റീഡിംഗ്, നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എല്ലാം അഡ്വാൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മെമ്പർ ആവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് പറയണേന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കണേ. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി എന്താണ്? പാസ്റ്റ് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ഓഫ് വാൻഡ്സ്. കറണ്ട് എനർജി ഏപ്രിലിൻ്റെ നിങ്ങൾക്ക് പേജ് സ്വോർഡ്സ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 2 ഓഫ് വാൻഡ്സ്. അഡ്വൈസ് വരണത് നിങ്ങൾക്ക് 9 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ ഈ മാസം കിങ് ഓഫ് സോഡ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്, ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം, റിവീൽ ചെയ്യാം. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്സ് ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ്. ഒരു കാര്യത്തിലും അങ്ങനെ ഒരു എൻതൂസിയാസം ഇല്ല, എനർജി കുറേ ലോ ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ മാറ്റം ഉണ്ടാവണു, അതുകൊണ്ടായിരിക്കാം. എന്താ വെച്ചാൽ ഇത് ഡെസ്റ്റിനിയാണ്, ഡെസ്റ്റിൻഡ് ചേഞ്ച് ആണ് വരണത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ചിലവർക്ക് ഇത് പാസ്റ്റിൻ്റെ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരണ എനർജി ആവാം, ഇല്ലെങ്കിൽ പാസ്റ്റിൻ്റെ ഒരു പേഴ്സൺ തിരിച്ചു വരണ എനർജി ആവാം. ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം വരുന്നുണ്ടാവുക. ഇത് ലവിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ 5 ഓഫ് വാൻഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചില വഴക്ക് ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു, കുറേ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കുറേ ഒരു അൺഹെൽതി സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ. മെജിഷ്യൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടായി, എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാണ്ട് നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പ്രാക്ടിക്കലി നിങ്ങൾക്കൊരു മാതിരിയായിരിക്കും തോന്നുന്നുണ്ടാവുക. ഇമോഷണലി വേറെ രീതിയിലാണ് നിങ്ങൾക്ക് വേറൊരു ഫീലിംഗ് ആയിരിക്കും. ഇമോഷണലി തീരുമാനം എടുക്കാം എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഈ മാസം ഞാൻ കാണുന്നത് പേജ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾ കുറച്ചുകൂടി ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നോക്കണോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു തീരുമാനം എടുക്കാണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് മനസ്സിൽ, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടാവും. മേ ബി ഇത് ഈ പേഴ്സണെ കുറിച്ചായിരിക്കാം, ഈ വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം എന്നുണ്ടാവും. അവരോട് നിങ്ങൾ ഡയറക്റ്റ്ലി ആയിരിക്കും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ ഇൻഡയറക്ട്ലി അവരുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് നോക്കുന്നുണ്ടാവും. എവിടെയോ നിങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. എന്തോ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ ഫൈനലി നിങ്ങൾ പുറത്തു വരണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട മാതിരി ആ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഈ മാസം. ആൻഡ് നിങ്ങൾക്ക് അതോടെ ഒരു ക്ലാരിറ്റിയും വരുന്നുണ്ട്. അത് ഓക്കെ, ഇപ്പോൾ എനിക്ക് അറിയാം എന്താ ചെയ്യണ്ടേന്ന്. അപ്പോൾ ഫ്യൂച്ചറിൽ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എവിടെയോ നിങ്ങൾ
ആദ്യം ഒരു റെസ്ട്രിക്റ്റഡ് എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കൂടുതൽ ഈ പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആവാത്ത ഒരു സിറ്റുവേഷൻ ആവാം. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ എഫേർട്ട് ഇടുന്ന എനർജി കാണുന്നുണ്ട്, പക്ഷേ ഇവിടെ കൺഫ്യൂഷൻ്റെ എനർജിയും കാണുന്നുണ്ട്, ഓപ്ഷൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഇല്ലാന്നായിരിക്കും തോന്നുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഈ പേഴ്സണ് നിങ്ങൾ പറഞ്ഞാൽ ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ഷുവർ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണോ വേണ്ടേ, മുമ്പേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നായിരിക്കും ഒരു ഫീലിംഗ് ഉണ്ടായേ. പക്ഷെ ഇപ്പോൾ കുറച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മനസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 2 ഓഫ് wands ആണ്. നിങ്ങൾ ഫ്യൂച്ചർ വെച്ചിട്ടല്ല തീരുമാനങ്ങൾ എടുക്കണത്, ഒരു പ്ലാനിങ് ഇല്ലാത്ത മാതിരി. അപ്പോൾ ഒരു ചോയ്സും ഉണ്ട്. ചോയ്സിൽ എന്ത് ചോയ്സാണ് എടുക്കേണ്ടതെന്നൊരു സ്ഥിരത ഇല്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കണേ അത് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരും എന്ന്. പക്ഷെ അതൊരു ചാലഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. പറഞ്ഞാൽ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. 9 of wands ആണ് അഡ്വൈസ്. എവിടെയോ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തത്. പേടി എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഞാൻ ഈ ഡിസിഷൻ ഈ തീരുമാനം ഈ പേഴ്സണെ ഞാൻ വിട്ടുപോയാൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മനസ്സിൽ പേടി, എനിക്ക് വേറെ ഒരു ഫ്യൂച്ചർ ഇല്ല. അങ്ങനത്തെ ചില മിസ്കൺസെപ്ഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു ഓപ്ഷനും ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറൊരു പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു ധൈര്യമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയും ആവാം. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഓൾറെഡി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എന്ന് വെച്ചാൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പേടി. കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനി പേഴ്സണെ കാണുന്നുണ്ട്. ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു പുതിയ പേഴ്സൺ. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ ആൻഡ് നൈറ്റ് ഓഫ് wands. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഒരു ഇൻകൺസിസ്റ്റന്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. വേറൊരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സൺ കുറേ ഒരു പ്രാക്ടിക്കലും ഒരു സ്റ്റേബിൾ പേഴ്സൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ 2 ആൾക്കാരുടെ ഇടയ്ക്കാണ് ചൂസ് ചെയ്യേണ്ടത്. എന്താണ് ഔട്ട്കം? നിങ്ങളുടെ ഔട്ട്കം ഇവിടെ 2 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ ലവിൻ്റെ എനർജിയാണ് കാണുന്നത് ഔട്ട്കം ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കമിൽ ലവ് ഉണ്ട്. ഓക്കെ, ഞാൻ കാണുന്നത് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. പക്ഷേ ഒരു ചോയ്സും എടുക്കാണ്ട് നിങ്ങൾക്ക് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഉണ്ട്. 5 ഓഫ് കപ്സ്. എവിടെയോ നിങ്ങൾ പാസ്റ്റിന്റെ പേഴ്സൺ ഇല്ലച്ച എന്തോ നിങ്ങൾക്കൊരു പേടിയുണ്ട്. അത് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ ശരിയാവോ ഇല്ലേ, അതല്ലച്ച ഒരു പാസ്റ്റ് പേഴ്സന്റെ കൂടെ നിങ്ങളുടെ കുറേ മെമ്മറീസ് ഉണ്ട്, അത് എനിക്ക് വിടണ്ട. ആ പേഴ്സൺ ഒരു കംഫർട്ട് സോൺ ആണ് നിങ്ങളുടെ. അപ്പൊ എനിക്ക് വേറെ ഒരു പുതിയ പേഴ്സണെ ഇപ്പൊ അറിയാൻ എത്രയും സമയം എടുക്കും, അതറിയില്ല വർക്കാവോ. അപ്പൊ ആ ഫ്യൂച്ചർ പേടിച്ചിട്ട് നിങ്ങൾ എവിടെയോ ഒരു കൺവീനിയന്റ് ഓപ്ഷനെയാണ് ചൂസ് ചെയ്യണത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജ് വരണേ? ഓറക്കിൾ മെസ്സേജ് നിങ്ങളുടെ എന്താ വെച്ചാൽ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. അപ്പോൾ അടുത്ത മാസങ്ങൾ വരാൻ പോണത് അപ്ലിക്കും നിങ്ങൾക്ക് എന്തോ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ. പക്ഷെ നമ്മൾക്ക് വേറൊരു കാർഡ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തോ ഉണ്ടാവാൻ പോകുന്നുണ്ട് അടുത്ത മാസങ്ങൾ, വരാൻ പോണ മാസങ്ങൾ എന്തോ ഒരു ദാന്നോ. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നത് അപ്പോഴായിരിക്കും. പക്ഷെ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. കാപ്രിക്കോൺ, ഇവിടെ പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ കുറേ ഉണ്ട്, ജെമിനി, അക്വേരിയസ് ഉണ്ട്. ഓക്കെ, ഫയർ സൈനും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.